സഹപാഠികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. ആദിത്യന്റെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മാനേജ്മെന്റ് കിണഞ്ഞ് ശ്രമിക്കുകയാണ് പിതാവ് പ്രദീപ് ആരോപിക്കുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള കോളേജ് അധികൃതർ പോലീസിനെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായാണ് ഉയരുന്ന ആക്ഷേപം. ഹോസ്റ്റലിലെ സഹപാഠികൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ആദിത്യൻ പലതവണ കോളേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയെടുക്കുന്നതിനു പകരം ആദിത്യനെ മാനസികമായി പീഡിപ്പിക്കാനാണ് അധ്യാപകർ ശ്രമിക്കുന്നതെന്ന് കുടുംബം പറയുന്നു. പരാതി നൽകിയതിന്റെ പേരിൽ ആദിത്യനെ ഒറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന വിദ്യാർത്ഥിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ല എന്ന ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മരണവിവരമറിഞ്ഞ് ബാംഗ്ലൂരിലെത്തിയ ബന്ധുക്കളോട് ആദിത്യൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് മാനേജ്മെന്റ് ആവർത്തിച്ചു പറഞ്ഞത്. സംശയങ്ങൾ ഇട നൽകുകയും ചെയ്യുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ബന്ധുവിൻ്റെതാണ് കോളേജ് എന്നതിനാൽ തന്നെ പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും ഹെബ്ബാഗോഡി പോലീസ് തയ്യാറായിട്ടില്ല. ഒടുവിൽ ഒരു അഭിഭാഷകൻ ഇടപെട്ടതിനു ശേഷമാണ് കേസ് എടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. പ്രണയപരാജയവും ഒറ്റപ്പെടലുമാണ് മരണകാരണമെന്ന് മാനേജ്മെന്റ് ഉയർത്തുന്ന വാദം. എന്നാൽ ഇത് വിശ്വസിക്കാൻ കുടുംബം തയ്യാറുമല്ല. ഇതിനിടെ കോളേജിലെ ദുരനുഭവങ്ങളെക്കുറിച്ച് ആദിത്യൻ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് മാനേജ്മെന്റിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ലഹരി മാഫിയ കോളേജ് അധികൃതരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ആദിത്യന്റെ ജീവൻ എടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. സഹപാഠികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് തന്നെ ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ തന്നെയാണ് സംശയിക്കുന്നത്. ആദിത്യനെ ചിരിച്ച മുഖത്തോടെ കണ്ടിരുന്ന വീട്ടുകാരുടെ അടുത്തേക്ക് ആദിത്യന്റെ മൃതശരീരം എത്തിയപ്പോൾ അവിടെ താങ്ങാനാവാത്ത കാഴ്ചകളാണ് എല്ലാവരും കണ്ടത്. അമ്മയുടെ കരച്ചിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും താങ്ങാനാകുന്നില്ല. ആദിത്യന്റെ മൃതശരീരത്തിന് മുകളിൽ കിടന്ന് അനങ്ങാനാകാതെയാണ് അമ്മ അലറിക്കരഞ്ഞത്. ഇത്രയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നോ എൻ്റെ മകൻ എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. പിന്നീടാണ് ഇത് ആത്മഹത്യയല്ല എന്നുള്ള കാര്യം എല്ലാവരിലേക്കും എത്തിയത്. പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒറ്റപ്പെടലോ ഒന്നും തന്നെ ആദിത്യന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കൂടെയുള്ള കൂട്ടുകാരിലെ ലഹരി ഉപയോഗം കാരണമുള്ള ഒറ്റപ്പെടൽ മാത്രമായിരുന്നു ആദിത്യനെ അലട്ടിയിരുന്നത്.